പ്രവർത്തകരും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ടവരും. അതുകൊണ്ട് ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുന്നു. എന്തായാലും ആ പ്രതീക്ഷയുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നത്. എടവണ്ണ TTRG പാലത്തിന്റെ സമീപത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ ഇപ്പോൾ മുനിസിപ്പൽ സ്റ്റാൻഡിന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ ഇത്തരത്തിൽ മുനിസിപ്പൽ സ്റ്റാൻഡിലുള്ള വേദിയിലും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. KSUവിന്റെയും അതുപോലെ തന്നെ MSFന്റെയും ഒക്കെ വലിയ തോതിലുള്ള പ്രവർത്തകർ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഇവിടെ ഇത്തരത്തിലൊരു പതാകയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുസ്ലിം ലീഗിന്റെ പതാകകളൊക്കെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വേദിയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ വഴിയിലുടനീളം ഏകദേശം എടവണ്ണ TTRG പാലം മുതൽ മുനിസിപ്പൽ സ്റ്റാൻഡ് വരെ പൂർണ്ണമായും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കടന്നു വന്നത്. കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലും ഒക്കെ എത്തി രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കാനും ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടം തന്നെയുണ്ട്. ആ ആൾക്കൂട്ടമൊക്കെ തന്നെ ഇപ്പോൾ വേദിയിലേക്ക് ഇരിച്ചെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും വലിയ ആവേശത്തോടെ തന്നെ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു. തനിക്ക് മികച്ച ഭൂരിപക്ഷം നൽകിയ വോട്ടർക്ക് നന്ദി പറയാനാണ് രാഹുലിന്റെ ഇത്തവണത്തെ വരവ്. പക്ഷേ അദ്ദേഹം ഇനി വയനാട് മണ്ഡലത്തെ കൈവിടുമോ എന്നുള്ളതാണ് ഇനി ശേഷിക്കുന്ന ചോദ്യം.